ദൂരദർശൻ ലോഗോയെ ചൊല്ലി ദേശീയ രാഷ്ട്രീയത്തിൽ വിവാദം. ലോഗോ കാവയാക്കിയത് നിയമവിരുദ്ധമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ 1982 കാലഘട്ടത്തിൽ ദൂരദർശന്റെ ലോഗോയുടെ നിറം കാവി നിറമായിരുന്നു. ഇത് ആരാണ് മാറ്റിയതെന്ന് ആദ്യം അന്വേഷിക്കണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. രോഹിണി, ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ദൂരദർശൻ ഔദ്യോഗിക ലോഗോ ചെറിയൊരു മാറ്റം വരുത്തിയത്. ദൂരദർശൻ്റെ തുടക്കം 1959 ഒരു ദേശീയ ചാനൽ എന്ന നിലയിൽ ദൂരദർശൻ ആരംഭിക്കുന്നത്. പിന്നീട് പല ഘട്ടങ്ങളിൽ ദൂരദർശൻ്റെ ലോഗോയിൽ ചില മാറ്റങ്ങൾ വന്നിരുന്നു. അതിലേറ്റവും അവസാനമായിട്ടാണ് ഇപ്പോൾ ഈ കാവി നിറത്തിലുള്ള ലോഗോ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് തുടരുന്നത്. ഇതിനെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷം രംഗത്തെത്തി. ഈ സർക്കാർ സംവിധാനങ്ങളെ കാവ്യവൽക്കരിക്കുവാനുള്ള BJPയുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ് ദേശീയ ചാനലായ ദൂരദർശൻ്റെ പുതിയ ലോഗോ എന്നാണ് തൃണമൂൽ കോൺഗ്രസ്, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഏറ്റവും ഒടുവിൽ ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഒപ്പം മനീഷ് തിവാരിയെ പോലെയൊക്കെയുള്ള മുൻപ് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന കാലഘട്ടങ്ങളിൽ IB മിനിസ്ട്രി കൈകാര്യം ചെയ്തിരുന്ന നേതാക്കന്മാരൊക്കെയും സമാനമായ രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ BJP ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ശ്രദ്ധേയമായ കാര്യം 1982 കാലത്തെ ദൂരദർശൻ്റെ ലോഗോയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ ഇന്നത്തേതിന് സമാനമായ രീതിയിൽ കാവി നിറത്തിൽ ദൂരദർശൻ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു മനോഹരമായ ലോഗോ നമുക്ക് 1982 കാലഘട്ടങ്ങളിൽ കാണാമായിരുന്നു. അതിനുശേഷം പിന്നീട് അതിലും വിവിധ സർക്കാരുകൾ അല്ലെങ്കിൽ വിവിധ കാലഘട്ടങ്ങളിൽ മാറ്റങ്ങൾ വരികയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ കാവിയോട് എതിർപ്പുള്ളവരും കാവി പ്രതിനിധീകരിക്കുന്ന സംവിധാനങ്ങളെ എതിർക്കുന്നവരുമാണ് ഇപ്പോൾ അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് BJP ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ദൂരദർശൻ്റെ ഈ ലോഗോയുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഉയർന്നു വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. രാജ്യത്തെ ദേശീയ ചാനലായിട്ടുള്ള ദൂരദർശനുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു. പക്ഷേ ഈ 1982 നമുക്കറിയാം, അത് കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടമാണ്. ആ സമയത്ത് ഇന്ദിരാഗാന്ധിയാണ് രാജ്യത്ത് പ്രധാനമന്ത്രിയായിരുന്നത്. കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമുള്ള കാലഘട്ടമായിരുന്നു. ആ സമയത്തും കാവി നിറത്തിലുള്ള ലോഗോ ഭാരതത്തിൽ ദൂരദർശന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഇത്തരം ആരോപണങ്ങൾ അത് കേവലം വിവാദത്തിനും ഒപ്പം കാവി പ്രതിനിധീകരിക്കുന്ന ഹിന്ദുത്വത്തോടുള്ള വിരോധം കൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ പ്രതിപക്ഷം നടത്തുന്നത് എന്നാണ് BJP വിമർശിക്കുന്നത്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.